ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഫുള്ള് നമ്മൾ ഈ ഐലൻഡ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. മരമൊക്കെ വെട്ടി ക്ലീനാക്കി. ഈ എപ്പിസോഡിൽ നമുക്ക് ഒരു വീടും അയൺ ആർമറും ടൂൾസും സെറ്റ് ചെയ്യണം. അതാണ് ഈ എപ്പിസോഡിൻ്റെ ഗോള്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ കുറച്ച് മൈനിങ്ങിന് ഇറങ്ങട്ടെ. ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കി ഞാൻ മൈനിങ്ങിന് ഇറങ്ങാണ്. ആയിരിക്കും നമ്മളെ ബേസ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു കേവ് ഉണ്ട്. ബൈക്കൊന്ന് ഇറങ്ങി നോക്കാം, നമുക്ക് സഹായം കിട്ടുമെന്നൊക്കെ നോക്കാം. അതേപോലെ കുറച്ച് കോളും വേണം. കോളുണ്ടെങ്കിൽ നമുക്ക് ഫർണസ് വെച്ച് ഇത് കത്തിക്കാൻ പറ്റുള്ളൂ. ആകണം ഒരു അയാണ് കിടക്കണം. പണ്ട് ചാടിക്കാണ്ട് നമുക്ക് എടുക്കാം. പണ്ട് മുഖാതെ കിട്ടണം. കിട്ടി. ആദ്യത്തെ അയണ് കിട്ടി. ഒന്നിനുള്ളൂ അല്ലേ? അതാക്കണം കോള്. അത് കൂടി എടുത്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എടുത്തുട്ടാ. നൈറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് വീട്ടിൽ പോയി കണ്ട് സ്കിപ്പ് ചെയ്തുകൊണ്ട് വരാം. ഞാൻ വീട്ടിൽ പോയൊക്കെ വന്നു. ഇപ്പോൾ ഒരു സോംബി വെള്ളത്തേക്ക് ഇറങ്ങിയപ്പോൾ ആർമറൊക്കെ കിട്ടി. വീണ്ടും ഗോൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇതുമാതിരി ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ ഇവിടെ കുറച്ച് അയണുണ്ട്. ഒന്നെ ഉള്ളൂ. അല്ല ഇനിയുണ്ട്. ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ളതായി. ആ അയണ് ഞാൻ എടുത്തുക്കണു. ഇനി നമുക്ക് പോയി തപ്പിയൊക്കെ വേറെ കിട്ടുമെന്ന്. ഇതിലൊന്നും കാണുന്നില്ല. ഇവിടെയുണ്ടോ? കാണുന്നില്ല. പിച്ചിൻ്റെ അടുത്തൊക്കെ ഒന്നും പോയാൽ ശരിയാവില്ല. പിച്ച് സീനാണ്. ഈ ഗോൾഡൻ ആർമർ വെച്ചാണ്ട് പിച്ചിൻ്റെ അടുത്തൊക്കെ ഒന്നും പോയാൽ നടക്കില്ല. ഞാൻ സോഡ് ഉണ്ടാക്കിയാണ്ടല്ലോ. സോഡും ഒരു ഷീൽഡും ഇട്ടനുണ്ട് ഇവിടെ. ഞാനത് ഉണ്ടാക്കിയാണ് വരാം. ബേസിക് ആയിക്കാണ്ട് ഒരു 5 അയൺ കിട്ടിയാണ്. അപ്പോൾ അത് കത്തിക്കട്ടെ. ഫർണസ് വെച്ചുകൊണ്ട്. അപ്പോൾ അതവിടെ സ്മെൽറ്റാണ്. നേരം കൊണ്ട് നമുക്ക് ഫുഡില്ല. ഫുഡ് നമുക്ക് കുറച്ച് സീഡൊക്കെ നട്ട് ഒരു ഓവൻ ഉണ്ടാക്കട്ടെ. ആദ്യം കുറച്ച് സീഡൊക്കെ നട്ടാണ്ട് കുറച്ച് ഫുഡ് സെറ്റ് ചെയ്തേക്കാം. ഒരു സ്റ്റാർട്ടർ ഫാമായിട്ട് ഇവിടെ ഇങ്ങനെ നടാം. ഈ ബ്ലോക്കിലാവില്ല അല്ലേ? ഇങ്ങോട്ടിടാം. എന്തായാലും ആവും. കുറച്ച് സീഡ് ഒപ്പിച്ചാണ്ട് വരാം. 2 ബോണുണ്ട്. അത് എടുത്തുകൊണ്ടൊന്ന് ടൈം ചെയ്തൊക്കെ. ചിലപ്പോൾ ടൈം ആയാലോ. ടൈം ആയില്ല. ഇനി കുറേ വേണം. ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി സീഡ് ഒപ്പിച്ചിട്ട്. അപ്പോൾ 7 സീഡ് കിട്ടിയണം. അപ്പോൾ 7 സീഡ് നടണം. സീഡൊന്ന് നട്ടട്ടെ. അയണായിട്ടുണ്ടാവും. അയൺ പോയി കാണുമ്പോൾ ഒരു സോഡും ഒരു പിക്കാക്സും ഉണ്ടാക്കാം. സോഡല്ല, ഒരു ഷീൽഡും പിക്കാക്സും ഉണ്ടാക്കാം. അത് ശരിയാവുള്ളൂ. ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തു. അതേമാതിരി ഷീൽഡ് വേണം. ഷീൽഡിന് ലോഗ് വേണം. ലോഗ് ഉണ്ട് ഇവിടെ. അത് ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ബാക്കി ഒരു അയൺ ഇവിടെ പെട്ടിയിലെടുത്തേക്കാം. ഇൻവെൻ്ററിക്ക് ഒന്ന് ക്ലീനാക്കാം. ഫിഷിനെ തല്ലി കൊന്നുകൊണ്ട് കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചോണം. അപ്പം ഇനി നേരെ കേക്ക് പോകട്ടെ. അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കേവിലെത്തി ഞാൻ ഇവിടെ ഒരു അയണ് കാണുന്നുണ്ട്. അടിയിൽ ഇങ്ങനെ ആയിട്ട്. അപ്പോൾ ഒന്ന് എടുക്കണം. അതേമാതിരി ഇനി ഇൻട്രസ്റ്റ് ആയി കാണുന്നത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കിട്ടിക്കണം അവിടെ തന്നെ. പിന്നെ കാണുമ്പോൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതിന് മേലെ തന്നെ കുറച്ച് കോൾ ഉണ്ടായിരുന്നു.
അപ്പോൾ അതെടുത്തു. അതിന് നേരെ ബാക്കിൽ തന്നെ കുറച്ച് അയണുണ്ട്, അപ്പോൾ അതും എടുക്കണം. അതിൻ്റെ ഉള്ളിൽ തന്നെ പോന്നപ്പോൾ കുറേ ഉണ്ട്. സ്കെലിട്ടനെ വന്നപ്പോൾ ഒരു ക്രീപ്പർ വരുന്നു. കുറച്ച് അയം കിട്ടി, വീണ്ടും 3 കിട്ടി. പിന്നെ അയം കിട്ടി, 2 ഉള്ളൂ. അടിക്ക് പോയവിടെ ഒരു ലഷ്കേവുള്ള കണ്ട്. ലഷ്കേവ് അയണുണ്ട്, നിറച്ച അയണുണ്ട്. ചെറിയ കേവല്ലേ, ചെറിയ ലഷ്കേവാണ്, ഒരു മിനി വെർഷൻ. സോംബി കയറുന്നു. മൊത്തം കൊണ്ടുപോകണം നമുക്ക്, നല്ല ശരിയുള്ളൂ. ആണ്ടുണ്ട് ലഷ്കേവ്. അല്ല, ഇങ്ങോട്ട് ചെറുതാണ്. അയണൊക്കെ എടുത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അയണം ഇതൊക്കെ എടുക്കണം, കാണും. ഇതേ അതിന് നേരെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു സോംബി സ്പോണർ. അടിപൊളി, ഒരു സോംബി സ്പോണർ കിട്ടി. ചെസ്റ്റിൽ എന്തൊക്കെയുണ്ട്, ഒരു സാഡിലും എന്തായാലും ഉള്ളൂ, നല്ല ചെസ്റ്റല്ല. സാധാരണ 2 ചെസ്റ്റൊക്കെ സ്പോണാറുണ്ട്, ഇന്നത് ഒന്നേ ഉള്ളൂ. എന്തായാലും ഒരു സ്പോണർ കിട്ടി. ഒരു ഫാർം ഉണ്ടാകുമ്പോൾ SP ഫാർമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, നല്ലതാണ്. ഇവിടെ നോട്ടെ, പിന്നെ വരാം. ഇത് നേരെ ഇറങ്ങി വന്നപ്പോൾ തന്നെ കിട്ടിയുണ്ട്. അതാണ് നേരത്തെ കണ്ട എസ്കേവ്. അത്ര ഉള്ളൂ. ഞാൻ പിന്നെ അവിടെ അയണൊക്കെ ഡ്യൂട്ടീൻ്റെ ശേഷം അങ്ങോട്ട് വന്നത്. അടിയൊക്കെ ഉണ്ട്, ഇനി അടിയൊക്കെ പിന്നെ പോവാം. സോംബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനം നമുക്ക് കിട്ടിയോ. ഇതിന് മേലെ തന്നെ തകരാണ്, അപ്പോൾ അതും കൂടി എടുത്തട്ടെ. ഫുള്ള് എടുത്തേക്കണം. 2-4 അടിക്കണം, അപ്പോൾ അതും കൂടി എടുത്തട്ടെ. 41 ആയാണ്. ഇനി നമുക്ക് ബേസ് പോവാം. ആദ്യം കണ്ട ലഷ്കേവാണത്, ഫുള്ള് ഞാൻ എടുത്ത് കൊടുത്ത്. ഇത് കുറച്ച് റെസ്റ്റാണ്. അതിൻ്റെ സൈഡിൽ വീണ്ടും അടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അടിക്ക് പോയപ്പോൾ റെസ്റ്റാണ് കിട്ടി. ഞാനത് ആ ഗോൾഡാണ് പൊട്ടിച്ചിട്ട് തിരിഞ്ഞപ്പോൾ ഇതായിരിക്കണം ഡയമണ്ട്. നമ്മൾ കാണാതെ പോയതാണ്. 2 തന്നെ ആവും, എത്ര ഉണ്ട് നോക്കാം. ഡയമണ്ട്, അപ്പോൾ ഈ വീട്ടിലെ ആദ്യത്തെ ഡയമണ്ട്. ആദ്യത്താണ് നിലത്ത് പോകുന്നത്. ഞാൻ വിചാരിച്ചത് 2 ഡയമണ്ട് തന്നെ ഉള്ളൂ, വേറെ എവിടെയും ഉണ്ടെങ്കിൽ ഡയമണ്ട് മിസ്സായി. അടുത്ത് 2 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ബേസിക്ക് പോവാം. സ്റ്റോണൊക്കെ എടുത്താണ്ട് എടുത്താണ്ട് നേരെ ബേസിക്ക് പോവാം. തിരിച്ച് ബേസിക്ക് എത്തിയണം. 2 ഡയമണ്ട്, 54 അയണ്, അതേമാതിരി 60 റെസ്റ്റോണും 11 ഗോൾഡും കിട്ടിയണം. പിന്നെ അയണ് കത്തിക്കാൻ നോക്കാം. കോൾ വെച്ചുകൊണ്ട് അയണ് സ്മെൽറ്റ് ആവട്ടെ. ആർമറും ടൂൾസൊക്കെ ഉണ്ടാക്കണം. ഫുഡ് കുക്ക് ചെയ്യാൻ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം നമുക്ക്, നല്ലത്. അതാകുമ്പോൾ നമുക്ക് ചീപ്പായിട്ട് ഫുഡ് കുക്ക് ചെയ്യാം. അതിൽ വെച്ചോ മതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കഡേ കിട്ടും. ഒരു ബ്ലോക്ക് അതിൻ്റെ മേലെ വെച്ചാൽ നമ്മളിങ്ങനെ തീരെ തട്ടാതെ നമുക്ക് ഇതാവാം. നൈറ്റ് ആവുകൊണ്ട് അപ്പോൾ ഒന്ന് നൈറ്റ് സ്കിപ്പ് ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് ബോണ്ട് ഇവിടെ ഒരു നായിണ്ടാവും ഉണ്ടാകും. ഓനൊന്ന് ടൈം ചെയ്ത് നോക്കാം, എന്തായാലും ആവും. അപ്പം തല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്താ ടൈം ആവാത്തതെന്ന്. കുറുക്കനെ പൊളിച്ചാൽ നിൽക്കണേ. നിൽക്കടാ, കൊല്ലടാനെ. ബഹുസാറാണ് അവനെ നമുക്ക് വേണ്ടി.
കൊല്ലടാവനെ. കൊല്ലേനെ കൊന്നു. ഇനി അവനെ ടൈം ചെയ്തൊക്കെ ഇനി കാണിച്ചിട്ട് ഒറ്റ തീരുന്ന ടൈമായല്ലോ. സാറാണ് ജുവാ നമുക്കിനി ബേസിൽ ഞങ്ങൾക്ക് ബേസിലാണ് പണി. 31 അയണായി. നമുക്കിനി ടൂൾസ് ഉണ്ടാക്കാം. ആർമർ ഉണ്ടാക്കാം. ആദ്യം ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, അതേമാതിരി ഒരു ബൂട്ട്. ഈ ഗോൾഡ് ഫുള്ള് മാറ്റാം. നമുക്ക് അയൺക്ക് മാറാം. സാറായി. അതേമാതിരി സോഡ്, പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് വേണ്ട, ഇനി ഒരു ആക്സ് മതി. പിക്കാക്സ് ഉണ്ടല്ലോ. അതേമാതിരി ശവലും കിടന്നോട്ടെ. അപ്പോൾ ടൂൾസും ആർമർ സെറ്റായി, അയണായി. ഇനി നമുക്കൊരു പെരണ്ടാക്കണം. ബാക്കിയുള്ള അയണൊക്കെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ ഇടങ്ങി ആവശ്യം വരും നമുക്ക് കുറേ. അപ്പോൾ ഇനി നമുക്ക് പെരണ്ടാക്കണം. പെരണ്ടാക്കണമെങ്കിൽ കുറച്ച് റിസോഴ്സൊക്കെ വേണം. റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് വുഡ് സ്റ്റോണൊക്കെ വേണം. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോട്ടെ. ഞാൻ ഒരു ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷീപ്പിനെ ബേസ് കൊണ്ടുപോകാം. നമ്മളെ ദബനൊന്ന് കൊന്നു നോക്കാം നമുക്ക്. ഡ്രോപ്പ് ചെയ്തില്ല. ഞാൻ ഓനെ കൊടുക്കുന്നുണ്ട്. ഒരു ഫെൻസ് ഉണ്ടാക്കിയാണ്ട് അവിടെ വെച്ചു ഓനെ. അപ്പോൾ അത്രയും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡൈ ഇട്ടിക്കണം. അപ്പോൾ നമുക്ക് ചുവപ്പ് ബെഡ് ഉണ്ടാക്കാം. ചുവപ്പ് ബെഡാണ് ക്ലാസിക്. റീസ്പോൺ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ബാക്കി സ്റ്റോൺ മൈൻ ചെയ്യാൻ പോട്ടെ. ഇനി കുറച്ച് ഞാൻ മൈൻ ചെയ്ത് വന്നപ്പോൾ ഇവിടെയുള്ള ഷീപ്പിനൊക്കെ കൊന്നു. ഇനി എന്താ കാട്ടുക? ചെറുക്കൻ ഞാൻ കുറച്ച് അപ്പുറത്ത് നിർത്തി കൊടുന്ന ഷീപ്പാണ്. അതിനെ കൊന്നുകൊണ്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കി നിൽക്കുക. അപ്പം നമുക്ക് തട്ടാം, ശരിയാവുള്ളൂ. പോയി ചാടാ. കൊന്നുകൊണ്ട് ഞാൻ അതൊരു ട്രേഡിൻ്റെ ഉള്ളതിനെ കൊന്നപ്പോൾ ഇച്ചിരി ട്രേഡിൻ്റെ കിട്ടി. ഡ്രോപ്പ് ചെയ്തു. എറിയാൻ പറ്റില്ല, എറിഞ്ഞാൽ പൊട്ടും. ചെറിയതുള്ളൂ. എൻ്റെ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക്. അതിൽ നമുക്ക് ചെസ്റ്റ് എടുത്തേക്കാം. 8 ഡാമേജ് ഉണ്ട്. ഒരു നെതറൈറ്റ് സോഡിൻ്റെ ഡാമേജ് ഉണ്ട് ഇതിന്. ചെസ്റ്റ് എടുത്തേക്കാം. ഒരു സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാം. സ്റ്റോൺ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ സുഖമാകുള്ളൂ. സ്റ്റോൺ ഇവിടെ കിടന്നോട്ടെ. പിന്നെ നമുക്ക് ഒരു ബ്ലോക്ക് കൊടുത്താൽ ഒരു സ്റ്റെയർ കേസ് കിട്ടും. നല്ല ലാഭമുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് സാൻഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ആകും സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് പോകാം. അപ്പോൾ നിങ്ങൾ കണ്ട് പേരൻ്റെ ഒരു ടൈൽ ലാപ്സ് കണ്ടുകൊണ്ട് വരൂ. ട്രേഡർ വന്നു. ചെറിയ ഫസ്റ്റിൻ്റെ സാപ്ലിങ് തരുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക്
ബോട്ടിലെടുത്തുകൊണ്ട് ഇവനെ അതിന് വാങ്ങാം. എമറാൾഡ് വാങ്ങാം. ഒരു എമറാൾഡ് നിലത്തുനിന്ന് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചറിഞ്ഞൂടാ. ഞാൻ ആ പേരൻ്റെ അവിടെ സൈഡ് നോക്കിയപ്പോൾ അവിടെ സൈഡ് കിടക്കണു. ഇവരങ്ങനെ ഡ്രോപ്പ് ചെയ്യുമോ? അങ്ങനെ ഡ്രോപ്പ് ചെയ്യാറില്ല സാധാരണ. ഇങ്ങനെ കിട്ടി എനിക്കെന്തായാലും. എനിക്ക് അത്ര അറിയുള്ളൂ. ബോട്ടിലുണ്ടാക്കിയാണ്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് കൊടുത്തു നോക്കാം. ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുക. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം നിറച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാം. രണ്ടിട്ടം പറ്റുള്ളൂ. അതാ ചാമ്പിട്ടാ വെറുതെ അല്ലേ മോഞ്ചാങ്ക് ഇത് കൊടുത്തേക്കണ്ട്. രണ്ടിട്ടം പറ്റുള്ളൂ. അതുകൊണ്ട് ഈസി ആവില്ലല്ലോ. അതിൽ മിൽക്ക് ഉണ്ട്. മിൽക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. മിൽക്ക് കൊടുത്ത് 2 കിട്ടും. അപ്പോൾ 5 ടൈം ഇതാവും എമറാൾഡാവും. മിൽക്ക് നോപ്പിച്ചാട്ടെ. ഞാനൊരു ബക്കറ്റ് ഉണ്ടാക്കിയാണ്ട് 3 എടുത്തുകൊണ്ട് ബക്കറ്റ് ഉണ്ടാക്കാം. തപ്പി ലാസ്റ്റ് കിട്ടി. കുറേ തപ്പി ഒരു മിൽക്ക് കിട്ടി. ഇനി കൊണ്ട് ട്രേഡ് ചെയ്യാം. ചെറിയ 2 എമറാൾഡ് കിട്ടി. ചെറിയ കാശ് ഇനി വാങ്ങാം. അപ്പോൾ ശരി എന്നാ, ടാറ്റ. പേരൻ്റെ പണിൻ്റെ ഇടയിലാണിത് നടക്കേണ്ടതാണ്. ഇനി പേരൻ്റെ ഫുള്ള് കാണിച്ചു തരാം. നേരെ കയറി ചെല്ലണം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറ് ബെഡ്റൂം കിടക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തോണം. ഇവിടെ നമ്മൾ സ്മെൽറ്റർ കാര്യങ്ങളൊക്കെ വെച്ചോണം. മേലെ കയറാം. നമ്മൾ സ്റ്റോറേജ് കാര്യങ്ങളും ഇവിടെ എങ്ങനെയാണ് നിരത്തി വെച്ചോണം. ചെസ്റ്റൊക്കെ അങ്ങനെ ചെസ്റ്റിലൊക്കെ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചാൽ ആടി ഉണ്ടെങ്കിൽ ചെസ്റ്റൊക്കെ പൊളിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചു. സൈഡിൽ അതേമാതിരി തന്നെ ചെസ്റ്റുകൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. കയ്യിൽ കൊടുന്ന് വെച്ചോണം. കിട്ടിയ സാധനങ്ങളൊക്കെ ഐറ്റം ഫ്രെയിം വെച്ച് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാപ്പ് വെറുതെ വെച്ചാണ് അവിടെ അങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് വേറെ ആക്കി വെക്കണം. അടുത്ത എപ്പിസോഡിലത് ചെയ്യണം. അങ്ങനെ വ്യൂ ആണ് മേലിൽ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ആണ്. അടിയൊക്കെ നല്ല സാറായി കാണാം. ഈ കൈക്കലുള്ള ലീഫൊക്കെ ഉണ്ട് ചെസ്റ്റ് കൊണ്ടുവച്ചാട്ടെ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. നല്ല വ്യൂ കയറിയപ്പോൾ നല്ല അടിപൊളി വ്യൂ. ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ആണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ടാറ്റ ബൈ ബൈ.